യേശുമിശിഹായിലെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, റോസമിശിഹ മാതാവിൻ്റെ തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വായിച്ച കേട്ട വചനഭാഗത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6:63 വചനം അത് പ്രകാരമാണ്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനുഷ്യ ശരീരം തന്നെ എടുത്തു നോക്കുക. ഈ മനുഷ്യ ശരീരത്തിലെ ആത്മാവും ജീവനും വേർപെട്ടാൽ പിന്നെ ഈ ശരീരം മൃതമായി. യെസ് ഓർ നോ? ശരിയല്ലേ? ഈ ശരീരത്തിന് ജീവനുള്ളതാക്കുന്നത് അതിൽ ആത്മാവും ഉണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും ചേർന്നതാണ്, ഒപ്പം ജീവനും ഉണ്ട്. ഇതിൽ ജീവനും ആത്മാവും വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം മൃതമായി തീർന്നു. പ്രിയമുള്ളവരെ, ഈശോ പറയുകയാണേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്താണ് വാക്കുകൾ? അത് പ്രധാനപ്പെട്ടതാ. കാരണം യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ വായിക്കുമ്പോൾ അത് വിശുദ്ധ കുർബാനയാകുന്ന പ്രബോധനത്തിലാണ്. അതിന്റെ അവസാനത്തില് ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്, എന്താണ്? ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, ഞാനാണ് ജീവന്റെ അപ്പം. വിശുദ്ധ കുർബാനയാകുന്ന ഈ പ്രബോധനത്തിന്റെ അവസാനത്തിൽ ഈശോ പറയാണ്, ഞാനാണ് ജീവന്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവൻ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ വാക്കുകളാണ് നിനക്ക് ജീവനും ആത്മാവും പകരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും കുടുംബജീവിതം എടുത്ത് നോക്കിക്കോ, ദാമ്പത്യ ജീവിതം എടുത്ത് നോക്കിയോ, ജീവൻ പോയ അവസ്ഥയാ, ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയാ. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്ന് സമാധാനമില്ല, സന്തോഷമില്ല. വിവാഹനാളിന് ആ പുതുവീഞ്ഞ് അതിന് വീര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഒരുപക്ഷെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുക, എൻ്റെ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട്, നമ്മുടെ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, പങ്കാളി, അമ്മായിയമ്മയെ, അമ്മാനപ്പനെ എന്ന് വേണ്ട എൻ്റെ ശത്രുവിനെ പോലും എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? 100% പറ്റുമോ? എൻ്റെ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് സ്നേഹമുള്ളവരെ, എനിക്ക് 100% എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യമാണ്. കാരണം ആത്മാവ് ദൈവത്തിൽ നിന്ന് വരുമ്പോ ശരീരം എൻ്റെ അപ്പന്റെയും അമ്മയുടെയും സ്നേഹമാണ് ഈ ശരീരം. എന്ന് വെച്ചാൽ അത് ലോകത്തിൽ നിന്നാണ് വരുന്നത്. ആത്മാവിന് ദൈവമായിട്ടുള്ളൊരു ബന്ധമുള്ളത് പോലെ ശരീരത്തിന് ലോകവുമായിട്ട ബന്ധം. അതുകൊണ്ട് ഒരിക്കലും ശരീരം ദൈവത്തിന്റെ ഇഷ്ടം തേടില്ല. ശരീരം എന്തിന്റെ ഇഷ്ടം തേടുള്ളൂ? ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളാ തേടുള്ളൂ. ഈ ശരീരത്തിൽ നിന്നാണ് അഹങ്കാരം വരുന്നത്, ഈ ശരീരത്തിൽ നിന്ന് അസൂയ വരുന്നത്, ഇതിൽ നിന്നാണ് നിഗളിക്കുന്നത്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ശരീരത്തിന്റെയാ. ആത്മാവ് എപ്പോഴും പറയാ, നീ ക്ഷമിക്കേ, നീ പൊറുക്കുന്ന. പക്ഷെ ശരീരം സമ്മതിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം ബലഹീനമാണ്, കുറവുണ്ട്, പോരായ്മയുണ്ട്. ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് 100% എനിക്ക് എൻ്റെ പങ്കാളിയെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ശത്രുവിനെ പോലും ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് വേണം? എൻ്റെ ശരീരം ഈശോയുടെ ശരീരമായിട്ട് മാറണം. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരീകരണം, ഒരു മാറ്റം എൻ്റെ ശരീരത്തിൽ നടന്നേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ ഈശോയുടെ ശരീരമാക്കി മാറ്റുക? എങ്ങനെയാ? ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈശോ ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പരിശുദ്ധ കുർബാന യോഗ്യതയോട് കൂടി സ്വീകരിക്കുമ്പോൾ പിന്നെ പൗലോസിലെ പറയാ, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എൻ്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് എനിക്ക് 100% എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. എൻ്റെ സഹോദരൻ, സഹോദരി എന്നല്ല ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. കാരണം ഈ ശരീരത്തിൽ നിന്നാണ് ദുർമോഹങ്ങള്, പാപത്തിന്റെ ചിന്തകളൊക്കെ ഈ ശരീരത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ എൻ്റെ ശരീരം എപ്പോഴാണോ ഈശോയുടെ ശരീരമായിട്ട് ഇത് മാറുന്നത്, ആ സമയം എനിക്ക് ക്ഷമിക്കാൻ പറ്റും, എനിക്ക് പൊറുക്കാൻ പറ്റും, 100% സ്നേഹിക്കാൻ പറ്റും, കുറവുകളോടുകൂടി ചേർത്ത് പിടിക്കാൻ പറ്റും. കാരണം ഇതെന്റെ ശരീരമല്ല. ആരുടെ ശരീരമാ? വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിച്ചു കഴിയുമ്പോ ഇതെന്റെ ശരീരമല്ല, ഇത് ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോഗ്യതയോടെ വേണം ഈ അപ്പത്തെ സമീപിക്കാൻ. അയോഗ്യതയോടെ സമീപിക്കുമ്പോ അവന്റെ തന്നെ ശിക്ഷാവിധി ഏറ്റുവാങ്ങുക. ശനിയാഴ്ച പരിശുദ്ധമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോ പരിശുദ്ധമായ ഈശോയെ ഉദരത്തിൽ പേറിയെങ്കിലേ ഞാൻ നിങ്ങളുമൊക്കെ ഹൃദയത്തിൽ പേറുവാൻ ഭാഗ്യപ്പെട്ടവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയാണ്, നിനക്ക് ജീവൻ വേണോ? നിനക്ക് ആത്മാവ് വേണോ?
നിന്റെ കുടുംബജീവിതത്തിന്, നിന്റെ ദാമ്പത്യ ജീവിതത്തിന് നിനക്ക് ജീവൻ വേണമെങ്കിലേ, ആത്മാവ് വേണമെങ്കിലേ നീ എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം. അത് സ്വീകരിക്കാതെ, അത് ചെയ്യാതെ 100% നിനക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല, ആരോടും ക്ഷമിക്കാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു, നമ്മുടെ ബന്ധങ്ങളിൽ ആത്മാവ് നഷ്ടപ്പെട്ടു. അത് ദാമ്പത്യ ബന്ധമായിക്കോട്ടെ, കുടുംബ ബന്ധമായിക്കോട്ടെ, സൗഹൃദങ്ങളായിക്കോട്ടെ, ആത്മാവിനും ജീവനും നഷ്ടപ്പെട്ട, ഒരുപക്ഷെ മൃതപ്രാണനായി തീർന്ന അവസ്ഥയിലാണ് നമ്മള്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിനക്ക് കയ്യൊപ്പിലൂടെ കിട്ടിയ അഭിഷേകം ഉജ്ജ്വലിപ്പിക്കണം. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോ ഒറ്റ കാര്യമേ ഉള്ളൂ, നിനക്ക് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ഉജ്ജ്വലിപ്പിച്ച് എന്റെ ശരീരത്തെ ഈശോയുടെ ശരീരമാക്കി മാറ്റുവാനുള്ള ആ പരിശുദ്ധി വീണ്ടെടുത്ത്, എന്നിട്ട് ഈ ആൾത്താരെ ചേർത്ത് വെക്ക്, ഈ ആൾത്താരെ സമീപിക്കേ. അവിടെ എനിക്ക് ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും, നിനക്ക് നഷ്ടപ്പെട്ട മൃതപ്രാണനായി തീർന്ന നിന്റെ ബന്ധങ്ങളിലേക്ക് ഈശോ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. നിനക്ക് ക്ഷമിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു ചിന്ത സൂക്ഷിക്കാം. നമ്മുടെ പൂർവ്വികർ കാണിച്ചതാ. ഇതുപോലെ കൺവെൻഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ ചെറുപ്പകാലഘട്ടം. ആകെ കൂടി ഞാൻ ഓർക്കുന്നു, ഇടവകയിൽ ഒരു വാർഷിക ധ്യാനം മാത്രമാണ്. എന്നാൽ ഇന്നെല്ലാം സമൃദ്ധിയാണ്. പക്ഷെ ആ വാർഷിക ധ്യാനത്തിന് വേണ്ടി ജനം ഓടിക്കൂടുമായിരുന്നു. ആ വാർഷിക ധ്യാനത്തിൽ ഇടവക ജനം മുഴുവൻ പങ്കെടുക്കുമായിരുന്നു. പിന്നെ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയേ ഉള്ളൂ. എൻ്റെ അപ്പനൊക്കെ ആ ഒരു തരത്തിൽ വളർന്നു വന്നത്. പക്ഷെ എൻ്റെ അപ്പനും അമ്മയിലും കണ്ട ഒരു സത്യമുണ്ട്, അവരൊക്കെ കുർബാനയിൽ നിന്ന് തുടങ്ങിയതാ ജീവിതം. അതുകൊണ്ട് തന്നെ ആശയപ്പൊരുത്തക്കേടുകൾ ഉണ്ടാകും, ഭിന്നാഭിപ്രായങ്ങളുണ്ടാകും. പക്ഷെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ ദാമ്പത്യ ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും മക്കളുമായുള്ള ബന്ധമാണെങ്കിലും അതൊക്കെ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചിട്ട് നിനക്ക് നിന്റെ പങ്കാളിയെ 100% ഉൾക്കൊള്ളാൻ പറ്റില്ല, നിന്റെ മക്കളെ 100% ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈശോ പറയാണ്, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്താണ് വാക്കുകൾ? ഇതെന്റെ ശരീരമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.